ഹായ് ഹലോ കൂട്ടുകാരി, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ദൊണ്ണ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലെ രുചിയോടെ കൂടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. അതിനായിട്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇത് ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ വന്നാൽ ആരും ഇത് കഴിക്കാതെ പോയിട്ടുണ്ടല്ലോ. അത്രയ്ക്കും ടേസ്റ്റും രുചിയുള്ളൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ട ഗരം മസാല നമുക്ക് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 സ്റ്റാർ, 2 ഏലക്ക, ഒരു ബേ ലീഫ്, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂണ് മല്ലി, ചെറിയൊരു ഉലുവയുടെ ഇലയായിട്ട് അത് ഡ്രൈ ചെയ്താണ്, ഉണക്കിയ ഇലയാണ്. പിന്നെ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിതിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഒരെണ്ണം എടുക്കാം കേട്ടോ. അധികം ഇടരുത്. ഇതിപ്പോൾ ഞാൻ 1 kg റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം മിക്സിയിൽ. ഈ സ്പൈസസിൻ്റെ പേരൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാവേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 20 എണ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കാം. 20 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിപ്പോൾ അത്യാവശ്യം അങ്ങനെ എരിവുള്ളതാണ്, നല്ല എരിവില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 15 എണ്ണ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 പിടി മല്ലിയില. ഇതിപ്പോൾ ഞാൻ ഹാപ്പിയോടെയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ എൻ്റെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മല്ലിയിലയാണ്. പിന്നെ 1 പിടി പുതിനയില. അപ്പോൾ നല്ല നമ്മുടെ കൈ നിറച്ചെടുക്കാം കേട്ടോ. മല്ലിയില, പുതിനയിലും മല്ലിയിലും ഓരോരു പിടി നമ്മുടെ കയ്യിൽ എടുക്കാവുന്നത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇത് ബാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇവിടെ വന്നിട്ട് ആരും കഴിക്കാതെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ആരും കഴിച്ചിട്ടുണ്ടാവും ഈ ബിരിയാണി. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കുഷ്ക എന്ന് പറയുന്ന ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ. അതും ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കത് മാറ്റി വെക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വലിയൊരു ചട്ടിന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ തന്നെയാണ് ഇനി മസാലയും ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള പാത്രം എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ, കുറച്ച് കുരുമുളക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇത്രയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കന് 2 സവാള മതി കേട്ടോ. അധികമൊന്നും വേണ്ട, 2 സവാള മതി. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് റോസ്റ്റായി വന്നോട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടു പോവും. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനു വേണ്ട അരി കുതിർക്കാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കഴുകി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 15 മിനിറ്റ് കുതിർക്കാൻ വെക്കാം.
അപ്പോൾ ഇത് നമ്മൾ അരി കഴുകിയ വെള്ളമാണ്. അപ്പോൾ ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്, ചെടിക്ക് നല്ലതാണ് കേട്ടോ. അരി കഴുകിയ വെള്ളം ചേർത്താൽ അങ്ങനത്തെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായിട്ട് ചിക്കനൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നേരത്തെ മല്ലിയിലയും പുതിനയിലും പച്ചമുളകൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ, ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉലുവ ചപ്പ് ഉണ്ടെങ്കിൽ ഉലുവ ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പാലക്ക ഉണ്ടല്ലോ, പാലക്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാലക്കം കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല കളറായിരിക്കും. പാലക്ക ചേർത്താൽ നല്ല ഗ്രീൻ കളർ വരും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇത്ര നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച അതേ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇത് 2 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇതിപ്പോൾ ഞാൻ 3 മിനിറ്റ് നന്നായി കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് 2 പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ആഡാക്കി കൊടുക്കാം കേട്ടോ. 2 തക്കാളി മതി കേട്ടോ. 2 സവാള, 2 തക്കാളി. അപ്പോൾ ഇത് ചെറുതായി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. ഇനിയിപ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനത്തെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി തിളച്ച് വരുന്നുണ്ട്, ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇതും കൂടി നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി. പിന്നെ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഗരം മസാല നമ്മൾ പൊടിക്കണോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് പാക്കറ്റ് കിട്ടില്ല അത് ചേർത്താൽ മതിയോന്ന്. കുറച്ചും കൂടി നല്ലത് നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിക്കുന്ന തന്നെയാണ് കേട്ടോ ഇതിലേക്ക് നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ചേർക്കാം. നമ്മുടെ കടയിൽ കിട്ടുന്ന പാക്കറ്റ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ പൊടിച്ച് ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗരം മസാലയുടെ ഒന്ന് ഒരു സ്മെല്ലൊക്കെ മാറി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ആ പൊടിയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമാണ്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുക്കുന്ന ഏത് കപ്പിലാണ് നമ്മൾ അരി എടുക്കുന്നത് അതേ സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന കപ്പിൽ 1 കപ്പ് റൈസിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ല. നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പാണ്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ റൈസിന് വേണ്ട ഉപ്പ് ഇതിലേക്ക്, ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കി ചേർക്കുക, കൂടാൻ പാടില്ല, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. അങ്ങനെ ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക, കുത്തി ഇളക്കരുത്, റൈസ് പൊടിഞ്ഞു പോകും, നമ്മൾ കുതിർത്ത് വെച്ചതല്ലേ, അതുകൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, ഹൈ ഫ്ലെയിം ആക്കരുത്, കൂട്ടി കൊടുക്കരുത്, അടി പിടിക്കൂട്ടോ. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പതിയെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയൊരു തവയുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് പുതിനയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി കട്ടിയുള്ള പാത്രമോ ഇല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറക്കുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാംഗ്ലൂരിലെ ഫേമസ് മിലിറ്ററി ഹോട്ടൽ സ്റ്റൈൽ ദോണ്ണ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോണ്ണ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാനുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.